Hello dear students, welcome to another lecture of Environmental Impact Assessment. In this video, we are going to discuss about the different case studies involved in EIA. അപ്പോൾ ഇത് നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സിലബസിൽ കണ്ടു. സിലബസിലെ ലാസ്റ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് EIAൻ്റെ കുറച്ച് കേസ് സ്റ്റഡീസ് നമ്മളോട് പഠിക്കാനാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 4 കേസ് സ്റ്റഡീസാണ്. അപ്പോൾ 4 കേസ് സ്റ്റഡീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേസ് സ്റ്റഡീസ് നടത്തുന്നതാണ്. അതിൻ്റെ ഹെഡിങ്സോ അതിൻ്റെ പോയിൻ്റ് വൈസ് നോക്കിയിട്ട് കാര്യമില്ല. PPT നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോയിൻ്റ് വൈസ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു PDF കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ PDF നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ കേസ് സ്റ്റഡീസ് പഠിക്കാൻ. 2 തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും EIAൻ്റെ കേസ് സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഒരു തവണ സ്പെസിഫൈ ചെയ്തിട്ട് ഹൈവേ പ്രൊജക്റ്റിൻ്റെ ഒരു കേസ് സ്റ്റഡി തന്നെ വേണം എന്ന് പറഞ്ഞിട്ടും December 2018 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ 4 കേസ് സ്റ്റഡീസാണ് പഠിക്കുന്നത്. ഒന്ന് എയർപോർട്ട്, ഹൈവേ, പിന്നെ അങ്ങനെ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്, അങ്ങനത്തെ കുറച്ച് 4 കേസ് സ്റ്റഡീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു കേസ് സ്റ്റഡീസിൽ നമ്മൾ സാധാരണ എന്തൊക്കെ സംഭവങ്ങൾ ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ജനറൽ സ്ട്രക്ചർ ഓഫ് ആൻ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡോക്യുമെൻറ്റ് ആസ് പെർ MOEF ഡേറ്റഡ് 14th September 2006 അനുസരിച്ച് എന്തൊക്കെ സംഭവങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യണം എന്നാണ്. ഫസ്റ്റ് വേണ്ടത് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. എന്താണ് നമ്മളുടെ പ്രൊജക്റ്റ് എന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് വേണ്ടത് പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ജനറൽ ഡീറ്റെയിൽസ്, അതിൻ്റെ ബ്രോഡർ ഡീറ്റെയിൽസ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് ലൊക്കേഷൻ, ആക്ടിവിറ്റീസ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ, സമ്മറി ഓഫ് പ്രൊജക്റ്റ് ഡീറ്റെയിൽസ്, നാച്ചുറൽ റിസോഴ്സസ്, മാൻ പവർ റിക്വയർമെൻറ്റ്, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്യേണ്ടത്. അടുത്ത ടേം എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് അൾട്ടർനേറ്റീവ്സ്, ടെക്നോളജീസ് ആൻഡ് സൈറ്റ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജനറൽ കൺസിഡറേഷൻ ഓഫ് അൾട്ടർനേറ്റീവ്, അതായത് ഇതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും അൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഡീറ്റെയിൽസ്, സ്റ്റഡി ഏരിയ, ലാൻഡ് എൻവയോൺമെൻറ്റ്, വാട്ടർ എൻവയോൺമെൻറ്റ്, എയർ എൻവയോൺമെൻറ്റ്, നോയ്സ് എൻവയോൺമെൻറ്റ്, ബയോളജിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എക്കണോമിക്, ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആൻഡ് മിറ്റിഗേഷൻ. അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടത് ലാൻഡ് എൻവയോൺമെൻറ്റ്, വാട്ടർ എൻവയോൺമെൻറ്റ്, നോയ്സ്, എയർ, ബയോളജിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യോ എക്കണോമിക്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസാണ്. നെക്സ്റ്റ് വേണ്ട എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് പ്രോഗ്രാമാണ്. അതിൽ കൺട്രോൾ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അത് ഇൻവോൾവ് ചെയ്യണം. അടുത്തത് അഡീഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഐറ്റംസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രൊപ്പോണൻറ്റ്, ഐറ്റംസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ റെഗുലേറ്ററി അതോറിറ്റി, then public and other stakeholders, natural resource conservation and optimization, road safety management system ഒക്കെ അഡീഷണൽ സ്റ്റഡീസിൽ വരും. ദെൻ പ്രൊജക്റ്റ് ബെനിഫിറ്റ്സ് നോക്കണം. പിന്നെ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാനിലാണ് കമ്പോണൻറ്റ് ഓഫ് EMP എൻവയോൺമെൻറ്റൽ സെല്ലൊക്കെ വരുന്നത്. പിന്നെ സമ്മറി ആൻഡ് കൺക്ലൂഷൻ. ഇത്രയും ഡീറ്റെയിൽസ് ഇൻവോൾവ് ചെയ്തിട്ട് വേണം നമ്മളൊരു ജനറൽ സ്ട്രക്ചർ ഓഫ് EIAൻ്റെ ഒരു കേസ് സ്റ്റഡി നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട സംഭവങ്ങളാണിത്. പല ടൈപ്പിലുള്ള കേസ് സ്റ്റഡീസ് നമ്മളോട് ചോദിക്കും. ഒരു കേസ് സ്റ്റഡി നമ്മൾ എഴുതാൻ പറയുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് വേണം. ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ഉണ്ട്, കൊച്ചി മെട്രോ പ്രൊജക്റ്റിൻ്റെ ഒരു കേസ് സ്റ്റഡി. ഈ കൊച്ചി മെട്രോ പ്രൊജക്റ്റിൻ്റെ കേസ് സ്റ്റഡി PFലെ ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു കേസ് സ്റ്റഡി വെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ 10 മാർക്കിനാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ 10 മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. രണ്ടാമത്തെ കേസ് സ്റ്റഡിയാണ് ഹൈവേ പ്രൊജക്റ്റിൻ്റെ കേസ് സ്റ്റഡി. ഇതുപോലെ നല്ലതായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കാം. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ്. ഇതിലെ ഹൈവേ പ്രൊജക്റ്റാണ് നമ്മളോട് ഒരു തവണ 2019 യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. അടുത്തതാണ് എയർപോർട്ട് പ്രൊജക്റ്റ്. ഇങ്ങനെ 4 കേസ് സ്റ്റഡീസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ PDF ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആ PDF റെഫർ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ. ഇനി ഈ ഒരു മൊഡ്യൂൾ 6 സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് EIAക്കുള്ളത്. ഒന്ന് December 2018, ദെൻ May 2019,
ഡിസംബർ 2019, ദെൻ സെപ്റ്റംബർ 2020 സപ്ലിമെൻ്ററി എക്സാമും. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് 2 തവണ എനി കേസ് സ്റ്റഡീസ് ഓഫ് EIA എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് മൊഡ്യൂൾ 6 ദെൻ ഡിസ്കസ് ഹൗ യു പ്രിപ്പയർ EIA ഫോർ എ നാഷണൽ ഹൈവേക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഡിസംബർ 2019 സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട് കേസ് സ്റ്റഡി. പിന്നുള്ളത് EMP എന്താ, EMPൻ്റെ ഒരു 10 മാർക്കിനുള്ള essay ആണ് ഡിസംബർ 2019 മെയ് 2019 ചോദിച്ചത്. സെപ്റ്റംബർ 2020 സപ്ലിമെൻ്ററി എക്സാമിന് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ EMP ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കേസ് സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് വേണം നിങ്ങളിത് പഠിക്കാൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു കേസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ EIAൻ്റെ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് S ഗ്രേഡ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.